ഇന്നലെ ലാലേട്ടൻ പറഞ്ഞതുപോലെ സ്വേച്ഛാധിപതികളെ തിരഞ്ഞെടുക്കുന്ന ടാസ്ക് ഒക്കെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ആരൊക്കെയാണ് സ്വേച്ഛാധിപതികൾ എന്ന് നമുക്ക് നോക്കണ്ടേ? അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക. അപ്പോൾ ഓക്കെ, എന്തായാലും നമ്മളെ അപ്ഡേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തന്നെ അവിടെ ടാസ്ക് കൊടുത്തു. ടാസ്ക് രാവിലെ ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു. ക്യാപ്റ്റൻസി ടാസ്ക് 3 പേരായിരുന്നു ക്യാപ്റ്റൻസി ടാസ്കിലുണ്ടായിരുന്നു. ശരത്ത്, ശൈത്യ, അതുപോലെ തന്നെ ബിന്നി. അപ്പോൾ ഒരു 3 കളം ഉണ്ടായിരുന്നു. ആ കളത്തിനകത്ത് നമ്മുടെ കോഴി എന്താ പറയുക, കോഴികളെ വെക്കും. അത് ഈ ബൊമ്മ പാവയാണ്, ഡോള്. അപ്പം 3 പേർക്കും തുല്യമാണ് 5 എണ്ണം വീതമാണ് ഡോള് വെക്കുന്നത്. അപ്പം ഇവർ 3 പേരും കുറുക്കൻ്റെ തലപ്പാവൊക്കെ അണിഞ്ഞിട്ട് ആ സ്ഥലത്ത് നിൽക്കണം. നിന്നിട്ട് അവരവരുടെ ആ റൗണ്ടിൽ അവരവരുടെ കളത്തിൽ നിൽക്കണം. നിന്നതിന് ശേഷം ബസ്സറടിക്കുമ്പോൾ ആരുടെ ഒന്നുണ്ടെങ്കിൽ നമ്മുടെ കളത്തിലുള്ള താറാവിനെടുത്ത് നമ്മൾ അപ്പുറത്തെ കളത്തിൽ കൊണ്ടിടണം, തിരിച്ച് അങ്ങോട്ട് ഇടും. ലാസ്റ്റ് ബസ്സറടിക്കുമ്പോൾ ആരുടെ കളത്തിലാണോ താറാവില്ലാത്തത് അല്ലെങ്കിൽ കോഴിയില്ലാത്തത് അവര് ജയിച്ചു. അങ്ങനെ ആദ്യത്തെ ടാസ്കിൽ 2 പേരുടെ കളത്തിൽ കോഴിയില്ലായിരുന്നു. നല്ലതായിട്ട് അവർ വളരെ നന്നായിട്ടത് ആ ടാസ്ക് നന്നായിട്ട് കളിച്ചു. 3 പേർക്കും ക്യാപ്റ്റൻ ആവാനുള്ള ഇഷ്ടത്തിൽ 3 പേരും നന്നായിട്ട് കളിച്ചു. അതിനുശേഷം എന്തായാലും ആദ്യത്തെ ടാസ്കിൽ 2 പേരുടെ കളത്തിലായിരുന്നു ഇല്ലാഞ്ഞത്. ബിന്നിയുടെയും ശരത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. പിന്നീട് അല്ല, നമ്മുടെ ശൈത്യയുടെയും ശരത്തിൻ്റെയും കളത്തിലില്ലായിരുന്നു. അതിനുശേഷം പിന്നീട് രണ്ടാമതൊന്നും കൂടി നടത്തിയപ്പോൾ ജയിച്ചത് അപ്പാനിയാണ്, ശരത്താണ്. അങ്ങനെ ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ശരത്ത് ക്യാപ്റ്റനായി മാറി. അപ്പോൾ അതിനുശേഷം പിന്നെ ഇപ്പോൾ വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ലാലേട്ടൻ എപ്പിസോഡിൽ പറഞ്ഞ കണക്ക് സ്വേച്ഛാധിപതി ടാസ്ക്കാണ്. അപ്പോൾ അതിനിടയ്ക്ക് വെച്ചിട്ട് ചെറിയ ചെറിയ വഴക്കുകളും കാര്യങ്ങളും ഒക്കെ നടന്നു കഴിഞ്ഞു. അത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരവും കാര്യങ്ങളും ഒക്കെ, അത് വലിയ കാര്യങ്ങളൊന്നുമില്ല. അതിനിടയ്ക്ക് നമ്മുടെ രാവിലെ തന്നെ ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. രേണു പിന്നെ കൺഫ്യൂഷൻ റൂമിലോട്ട് വിളിച്ചിട്ടും രേണുവോട് ഭയങ്കര ജേതാവിനെ പോലെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞ ശേഷം ഇവർക്ക് ഇന്ന് ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആപ്പിളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആപ്പിളൊക്കെ ഒരാൾക്ക് 2 വീതം ആപ്പിളാണ് കിട്ടിയത്. അങ്ങനെ പിന്നെ പഴങ്ങളൊക്കെ കിട്ടി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്തായാലും അവർ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഫുഡൊക്കെ അവർക്ക് ഇന്നിപ്പം കിട്ടിയത് കൊണ്ട് ആദ്യത്തെ ദിവസങ്ങളിൽ ലാവിഷായിരിക്കും മേ ബി. അപ്പോൾ എന്ത് തന്നെ ആയാലും ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ ശേഷമാണ് ടാസ്ക് തുടങ്ങിയത്. നല്ല വെയിലത്താന്ന് തോന്നുന്നു കേട്ടോ, ഭയങ്കര വെയിലായിരുന്നു. എല്ലാവരും പുറത്തു വന്ന് നിൽക്കാൻ പറഞ്ഞു. നിന്നതിന് ശേഷം എന്താണ് ടാസ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 പേരെ സ്വേച്ഛാധിപതികളായി എന്താണ് ഹൗസിൻ്റെ സ്വേച്ഛാധിപതികളായി പിന്നെ നിയമിക്കണം. പിന്നെ ഇവർ തന്നെ തിരഞ്ഞെടുക്കണം. സ്വേച്ഛാധിപതികൾക്കുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിപ്പുരയിലേക്ക് ഇവർക്കാണ് കയറാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവർക്ക് അവിടെ റൂൾസ് കൊണ്ടുവരുന്നത്. അങ്ങനെ ഭയങ്കര ഒരു ഇല്ലേ, പഴയ നമ്മളെ പവർ റൂം ഉണ്ടല്ലോ, ആ പവർ റൂം പോലെയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവർക്ക് ഭയങ്കര ഒരുപാട് അധികാരങ്ങൾ കിട്ടുകയാണ്. എങ്ങനെയാണ് ഒരു ഹൗസ് കൊണ്ടുപോകേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കുറേ അധികാരങ്ങളൊക്കെ കൊടുക്കുകയെന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഹൗസ് മേറ്റ്സ് തന്നെ ഓരോരുത്തരടുത്തും ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അവർക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി അപ്പോൾ ആൻസർ പറയണം. അപ്പോൾ ഇതിന് 2 ഉള്ള സമയം തന്നെ 3 മിനിറ്റാണ്. അപ്പോൾ അതിനുള്ളിൽ തന്നെ പറയണം. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ഓരോരുത്തരും വന്ന് ആൻസർ പറഞ്ഞു. പിന്നെ എന്താണ് ഇങ്ങനെ ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ രേണുസുതി തന്നെയാണല്ലോ. രേണുസുതി അവിടെ വന്നിട്ട് എന്താണ് പറഞ്ഞത്? അപ്പോൾ രേണുസുതിയോട് ചോദിച്ചു, നിങ്ങളെപ്പോഴും വീട്ടിൽ പോകണമെന്നാണല്ലോ പറയുന്നത്, നിങ്ങളെപ്പോഴും കരച്ചിലാണല്ലോ, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഒരു സ്വേച്ഛാധിപതി ആവാൻ പറ്റുമെന്ന്. അപ്പം ഉടനെ പുള്ളിക്കാരി പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ, എനിക്കങ്ങനെ സ്വേച്ഛാധിപതിയൊന്നും ആവണ്ട, എനിക്ക് കുറച്ച് കരുണയും സ്നേഹവും ഒക്കെ എല്ലാവരുടെയും കൂടുതലാണ്. അതിപ്പോൾ നമ്മൾ കണ്ടതാണ്. ഇവിടെ കുറേ നാളിപ്പോൾ 1 വർഷത്തോളം നമ്മളത് കരുണയും സ്നേഹവും ഒക്കെ നമ്മൾ കണ്ടിട്ടാണ് പോയത്. പിന്നെ കരയുക എന്ന് പറഞ്ഞാൽ ഞാനൊരു അമ്മയായതുകൊണ്ട് തീർച്ചയായിട്ടും കരയും. അങ്ങനെയാണ്, അതൊരു മാതൃസ്നേഹം. എനിക്ക് കുറച്ച് എല്ലാവരെയേക്കാൾ കൂടുതൽ സ്നേഹവും കരുണയും ഉണ്ടായതുകൊണ്ടാണ്. അയ്യോ കഷ്ടം, വേറെ ആർക്കും മക്കളോട് സ്നേഹമില്ല, ഇവർക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവർ നാട്ടുകാരെ കൊച്ചിനെ എടുത്തോളാൻ പറഞ്ഞത്. സ്വന്തം കൊച്ചിനെ നാട്ടുകാരെടുത്തോ, നിങ്ങൾ വേണമെങ്കിൽ വളർത്തിക്കോ എന്ന് പറഞ്ഞ സ്ത്രീയാണ് പറയുന്നത്. എനിക്ക് എൻ്റെ കൊച്ചിനോട് ഭയങ്കര സ്നേഹവും കരുണയാണ്. എൻ്റെ പൊന്നെ, എന്തോ ഒരു ഡ്രാമയാണോ അത്. എന്നിട്ട് പറയുകയാണ്, എനിക്ക് സ്നേഹവും കരുണയും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് സ്വേച്ഛാധിപതി ആവാനൊന്നും എനിക്ക് വിജയിക്കാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എനിക്കിങ്ങനെ സംസാരിക്കാനുള്ള കഴിവുണ്ട്, എനിക്കിങ്ങനൊരു സംസാരിക്കാനുള്ള അവസരം കിട്ടി, അതുകൊണ്ട് പിന്നെ അത്രയേ ഉള്ളൂ. ഇത് 3 മിനിറ്റല്ല, ബസ്സറൊക്കെ പിന്നെ ഒരുപാട് നേരം കഴിഞ്ഞു. ഇത്രയും ഒരു സെൻറ്റൻസ് പറഞ്ഞ് അവിടെ നിർത്തി. പിന്നെ ആൾക്കാർ കൂടുതലൊന്നും, കാരണം കാറിൻ്റെ ഇറക്കുമെന്ന് പേടിച്ചിട്ടായിരിക്കും, ആരും കൂടുതലും ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. അങ്ങനെ എല്ലാവരുടെയും കഴിഞ്ഞു. ആദ്യം വന്നത് അനീഷായിരുന്നു. അനീഷ് വളരെ നന്നായിട്ട് നാസിസ്റ്റ് ഒരു അഡ്മിനിസ്ട്രേഷൻ എന്താണ്, അതിൻ്റെ അകത്ത് അണ്ടറിൽ എന്തൊക്കെ റൂൾസ്. അപ്പം നമ്മൾ നാസിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വേച്ഛാധിപതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിറ്റ്ലറിനെയാണ് കണ്ടേക്കണം അല്ലേ.
അപ്പം ആ ഒരു പിന്നെ ഭരണം കൊണ്ടുവരുമ്പോൾ നമ്മുടെ റൂളിനടിയിൽ അകത്തായിരിക്കണം. റൂളിൻ്റെ നമ്മൾ കൊണ്ടുവരുന്ന റൂൾസിൻ്റെ അണ്ടറിൽ എല്ലാവരും അത് ഒബേ ചെയ്യണം. അങ്ങനെയുള്ളതാണ് ഒരു സ്വേച്ഛാധിപത്യ ഭരണം. അത് കൃത്യമായിട്ട് പറഞ്ഞു 1-2 പേരേ ഉള്ളൂ കേട്ടോ. ഒന്ന് അനീഷ് പറഞ്ഞു, അതുപോലെ തന്നെ ഉനിയൽ പറഞ്ഞു, അങ്ങനെ 2-3 ആൾക്കാർ പറഞ്ഞു. വേറെ ആരും കറക്റ്റാ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും അവരവരുടെ പേഴ്സണൽ കാര്യങ്ങളും ചോദ്യങ്ങളും ചോദിച്ചു, പേഴ്സണൽ ആയിട്ടുള്ള അത് ആൻസറും പറഞ്ഞു. പക്ഷേ അവർ ലാസ്റ്റ് അതെല്ലാം കഴിഞ്ഞിട്ട് ബിഗ് ബോസ് എല്ലാവരും പിന്നെ ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറഞ്ഞു. ലിവിംഗ് റൂമിൽ വന്നിരുന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കാൻ പറഞ്ഞു. പക്ഷെ അവർ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഇവിടെ ഒരു ഗ്രൂപ്പ് സംജാതമാണ്. ഇത് ബിഗ് ബോസ് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ബിഗ് ബോസ് തന്നെ അതിനകത്ത് ഏറ്റവും നല്ല പോയിന്റ്സ് റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ്സ് പിന്നെ എടുത്തവരെ തിരഞ്ഞെടുക്കണമായിരുന്നു. അതായിരുന്നു യഥാർത്ഥത്തിൽ. ഇനി എന്താണ് അത് ബിഗ് ബോസിന്റെ 7ന്റെ പണിയാണെന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും പിന്നെ ഇവര് ഗ്രൂപ്പ്സ് എല്ലാം കൂടി തിരഞ്ഞെടുത്തു. ലാസ്റ്റ് ഇവര് രേണു സുധിയെ തിരഞ്ഞെടുത്തു. ഇതൊന്നും ആവാൻ പറ്റില്ല, എനിക്കിത് സ്വേച്ഛാധിപതിയൊന്നും ആയാലൊന്നും ശരിയാവും തോന്നുന്നില്ല, ഞാനിത് സംസാരിക്കാനായിട്ട് ഇങ്ങനെ ഒരു അവസരം തന്നതിന് നിങ്ങൾക്ക് താങ്ക്സ്, ഈ ഒരു കാര്യം വന്ന് പറയാനെന്നും പറഞ്ഞിട്ട് വന്നത് എന്താണെന്തോ അതിന് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. എന്നിട്ട് പിന്നെ വന്നിട്ട് പറയുന്നതായിട്ട് ലാലേട്ടൻ അത് തനിയെ ഇരുന്ന് ചിരിക്കുന്നു, ലാലേട്ടൻ എന്നെ പിന്നെ രേണു ശരീരം ഒന്ന് അനങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ലാലേട്ടൻ പറഞ്ഞു ശരീരം ഒന്ന് അനങ്ങട്ടെ രേണു എന്ന് തനിയെ. എന്നിട്ട് അതും പറഞ്ഞ് തനിയെ ഇരുന്ന് ചിരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇതിനെ നോക്കുന്നു. എന്തോ അത്രയ്ക്കൊരു ക്ലിയർ അല്ലാന്ന് എനിക്കത് ഫീൽ ചെയ്യുന്ന പല സമയത്ത് ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ബിഗ് ബോസ് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു വൈകാരിക ബുദ്ധിമുട്ടോ ഉണ്ടെന്ന് മനുഷ്യൻ്റെ കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിനൊക്കെ ഒന്ന് കൗൺസിൽ ചെയ്ത് ശരിയാക്കി എടുത്ത് അതിന് വിടുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് കളിക്കും. നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ, ഇല്ലെങ്കിൽ അവരെ പുറത്ത് വിടുക. പിന്നെ അപ്പം നല്ല മണ്ടശിരോമണികൾ അവരെ കൂടി 7 വോട്ട് കൊടുത്തേക്കുന്നു. അനിമോൾക്ക്, അവർക്ക്, ഷൈത്തേക്കും. അപ്പോൾ 3 പേർക്കൂടി സെയിമായി. ലാസ്റ്റ് അപ്പം പിന്നെ മനസ്സിലായി. അപ്പോൾ ഉടനെ പിന്നെ ശരത്ത് പറഞ്ഞു ഇത് ഇന്നത്തെ പെർഫോമൻസിൻ്റെ അണ്ടറിലാണ് വേണ്ടതെന്ന്. കാരണം ഇത് അവർക്ക് എന്തെങ്കിലും തോന്നുന്നു, അവർക്കൊരു സെന്റിമെന്റ്സ് തോന്നുന്നു എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എല്ലാവരും ഇതേണക്കുള്ള കാര്യങ്ങൾക്ക് ഇരുന്നത്. എന്തിനാണെന്ന് അറിയത്തില്ല. ഹ്യൂമാനിറ്റി ഈ ബിഗ് ബോസ് ഷോയിൽ പിന്നെ ഒരു കളി കളിക്കാൻ വരുമ്പോൾ ഒരു ഗെയിം കളിക്കാൻ വരുമ്പോൾ എന്തോന്നില്ലേ ഹ്യൂമാനിറ്റി? എല്ലാവരും കൂടി ഒരുമിച്ച് ജയിക്കാൻ പറ്റൂടെ? ഓരോരുത്തരും എങ്ങനെയെങ്കിലും പുറത്ത് വാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇവിടെ ഹ്യൂമാനിറ്റി ഒന്നുമില്ല. ഈ കളിയുടെ ഇടയ്ക്ക് ഹ്യൂമാനിറ്റിയോ കാര്യങ്ങളൊന്നും അല്ലാത്തപ്പോൾ നിങ്ങൾ ഹ്യൂമാനിറ്റി കാണിച്ചിട്ട് വർത്താനം പറഞ്ഞ് ചിരിക്കുക, അല്ലെങ്കിൽ ഒരു വയ്യായ്ക്ക് വരുമ്പോൾ ഇരുന്ന് തടവിക്കൊടുക, അതൊക്കെയാണ് ഹ്യൂമാനിറ്റി. അല്ലാണ്ട് ഗെയിം കളിക്കുമ്പോൾ എന്താണ് ഹ്യൂമാനിറ്റി? അപ്പോൾ എന്ത് തന്നെയായാലും ലാസ്റ്റ് 6 പേരെ തിരഞ്ഞെടുത്തു. അത് പിന്നെ ഫെയർ അല്ല എന്നും പറഞ്ഞ് അനീഷ് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു, റെന ഫാത്തിമ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തിരഞ്ഞെടുത്തവരാരൊക്കെയാണെന്ന് അറിയണ്ടേ? ഒന്നാമതായിട്ട് നമ്മുടെ അഭിലാഷിനെ എല്ലാവരും ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു എന്ന് പറയാം. അഭിലാഷിനെ തിരഞ്ഞെടുത്തു, അതുപോലെ തന്നെ ഒനിയലിനെ തിരഞ്ഞെടുത്തു, പിന്നെ 3-ാമതായിട്ട് പിന്നെ ജിസേലിനെ തിരഞ്ഞെടുത്തു, 4-ാമതായിട്ട് അനിമോളെ തിരഞ്ഞെടുത്തു, 5-ാമതായിട്ട് ഷൈത്യയെ തിരഞ്ഞെടുത്തു, 6-ാമതായിട്ട് തിരഞ്ഞെടുത്തത് 4 ആണും 3 പെണ്ണും കേട്ടോ. പിന്നെ അഭിലാഷ്, ഒനിയൽ, പിന്നെ ഷാനവാസ് അല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടസ്റ്റന്റുകളുടെ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല നമുക്ക്. ഇവർ ഫെമിലിയർ അല്ലാത്തതുകൊണ്ട് എന്തായാലും അനീഷും അക്ബറും അല്ല, ആര്യനല്ല, പിന്നെ ഒനിയിലുണ്ട്. എന്തായാലും 6 പേരെ തിരഞ്ഞെടുത്തു. ഞാനത് എഴുതി വെച്ചില്ല. അഭിലാഷ്, നമ്മുടെ നിവിനെ ഞാൻ എപ്പോഴും മറന്നു പോകും കേട്ടോ. എന്നാൽ നിവിനെയാണ് എനിക്കിഷ്ടം. നിവിൻ, പിന്നെ ഒനിയൽ, അഭിലാഷ്, അതുപോലെ തന്നെ നമ്മുടെ ഈ കൊച്ച് ഇപ്പം പറഞ്ഞില്ലേ, അഭിലാഷ്, ഒനിയൽ, നിവിൻ, 3 പേര്. പിന്നെ അനുമോള് 6 പേര്, 3 ആണും 3 പെണ്ണും. അനുമോള്, ജിസേല്, അതുപോലെ തന്നെ ഷൈത്യ. ഇങ്ങനെ 6 പേരെയാണ് സ്വേച്ഛാധിപതികളായിട്ട് ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ബിഗ് ബോസ് അഭിനന്ദനമൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ സ്വേച്ഛാധിപത്യം? ഇതൊരു 7ന്റെ പണിയാണോ? ഈ 7 പേരും പിന്നെ ഇനി മണിപ്പൂരിൽ ഒരിക്കലും കയറാൻ പറ്റാത്ത അവസ്ഥയിലങ്ങനെ ആക്കുമെന്ന് അറിയില്ല. കാരണം ബിഗ് ബോസ് പറയുന്നതെല്ലാം നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണെന്ന് നമുക്ക് കണ്ടെങ്കിൽ അറിയാൻ പറ്റൂ. ഇതുവരെയുള്ള ലൈവ് അപ്ഡേറ്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. എന്തായാലും സ്വേച്ഛാധിപതികളുടെ ഒരു ടാസ്ക് കഴിഞ്ഞിട്ടുള്ളത്, അതോ ഇനിയും ടാസ്ക് വരുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ഇപ്പൊ 6 പേരെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇനി 6 പേര് തമ്മിൽ ഇനി സ്വേച്ഛാധിപതികൾ 6 പേരൊന്നും ഉണ്ടാവില്ല. ഈ 6 പേരിൽ നിന്ന് വല്ല ടാസ്ക് നടത്തിയിട്ട് ആരെങ്കിലും സെലക്ട് ചെയ്യാനാണോ, അല്ലെങ്കിൽ ആരെങ്കിലും ഇനി അതിനകത്ത് ഒരു ടാസ്ക് ഉണ്ടോ, ആ ടാസ്കിൽ നിന്ന് ഇനി ഒരു സ്വേച്ഛാധിപതിയെ കണ്ടെത്തുവാണോ, ഇതും നമുക്ക് അറിയാൻ വയ്യ. എന്ത് തന്നെയായാലും നെക്സ്റ്റ് ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.